പഞ്ചതന്ത്ര സീരീസിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയത്? പിങ്കളകൻ എന്ന രാജാവ് ഒരു വലിയ ശബ്ദം കേട്ടിട്ട് ഏതോ വലിയ മൃഗമാണെന്ന് പറഞ്ഞ് പേടിച്ച് മാറിയിരിക്കുന്നതാണ് നമ്മൾ കണ്ടത് അല്ലേ? അപ്പോഴേക്കും മന്ത്രിപുത്രനായ ദമനകൻ ചെന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ശബ്ദം കേട്ടിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല അല്ലേ? അപ്പൊ അത് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ദമനകൻ രാജാവിന് ഒരു കഥ പറഞ്ഞു കൊടുത്തു. ആ കഥയാണ് നമ്മൾ. കഥയുടെ പേര് ഗോമായു. ഗോമായു എന്നൊരു കുറുക്കൻ വിശന്ന് പൊരിഞ്ഞ് നടക്കുകയായിരുന്നു. അലഞ്ഞലഞ്ഞ് അവൻ രണ്ട് സൈന്യങ്ങൾ തമ്മിൽ യുദ്ധം നടന്ന ഒരു വനപ്രദേശത്ത് എത്തിച്ചേർന്നു. അവിടെ പട്ടാളക്കാരുടെ ഒരു പെരുമ്പറ കിടപ്പുണ്ടായിരുന്നു. വള്ളിത്തുമ്പുകൾ കാറ്റത്ത് അതിന്മേൽ ചെന്നടിച്ച് ശബ്ദമുണ്ടാക്കിക്കൊണ്ടേയിരുന്നു. ഈ ശബ്ദം കേട്ട് ഗോമായു ഭയപ്പെട്ടുപോയി. അയ്യോ, എന്തൊരാപത്താണിത്! ആരാണ് ഈ ശബ്ദമുണ്ടാക്കുന്നത്? ഇതെന്ത് ജന്തുവാണ് ഈശ്വര? അപ്പോഴാണ് അവൻ പെരുമ്പറ കണ്ടത്. അവൻ പതുക്കെ പതുക്കെ അതിനടുത്ത് ചെന്ന് സൂക്ഷിച്ചു നോക്കി. വള്ളിത്തലപ്പുകൾ മുട്ടുമ്പോഴാണ് ഈ ശബ്ദം വരുന്നതെന്ന് മനസ്സിലാക്കി. ഭയം കുറച്ചൊക്കെ കുറഞ്ഞു. അവൻ തന്നെ അതിന്റെ രണ്ട് ഭാഗത്തും കൊട്ടി നോക്കി. ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പോൾ അവൻ ആലോചിച്ചു, ഹാവൂ, നന്നായി, എത്ര കാലമായി വയറ് നിറച്ച് എന്തെങ്കിലും കഴിച്ചിട്ട്. ഇപ്പോൾ ധാരാളം മാംസമുള്ള ഒന്നിനെ കിട്ടിയല്ലോ. എന്നിട്ട് അവൻ പെരുമ്പറയുടെ പരിപരുത്ത തോൽ കഷ്ടപ്പെട്ട് കടിച്ചു മുറിച്ചു. എന്നിട്ട് അകത്ത് കടന്ന് പരിശോധിച്ചു. വെറും മരക്കഷ്ണങ്ങൾ മാത്രം കണ്ട് അവൻ നിരാശനായി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ദമനകൻ തുടർന്നു, ശബ്ദം കേട്ട് പേടിക്കുന്നതിൽ അർത്ഥമില്ല. പിങ്കളകൻ പറഞ്ഞു, എന്റെ പരിവാരങ്ങളൊക്കെ പേടിച്ചു വിറച്ചു. ഓടി രക്ഷപ്പെടുവാനാണ് അവർ നോക്കുന്നത്. അപ്പോൾ ഞാൻ മാത്രം എങ്ങനെ ധൈര്യപ്പെട്ടിരിക്കും? ദമനകൻ സമാധാനിപ്പിച്ചു, പ്രഭു, അത് അവരുടെ കുറ്റമല്ല. ഭൃത്യന്മാർ യജമാനനെ പോലെയാണ് ഇരിക്കുക, കേട്ടിട്ടില്ലേ? അതിനാൽ അങ്ങ് ധൈര്യം അവലംബിച്ച് പ്രജകളെയൊക്കെ ഭരിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുക. ഞാൻ പോയി ഈ ശബ്ദം എന്താണെന്നും എവിടെ നിന്നാണെന്നും അറിഞ്ഞു വരാം. പിന്നീട് വേണ്ടത് ചെയ്യാം. ഇതും പറഞ്ഞ് ദമനകൻ സഞ്ജീവകന്റെ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് പുറപ്പെട്ടു. സഞ്ജീവകനെ ഓർമ്മയില്ലേ, നമ്മുടെ കാള? അവൻ പോയപ്പോൾ പിങ്കളകൻ വിഷണ്ണനായി ചിന്തിച്ചു തുടങ്ങി. ഛേ, ഈ ദമനകനെ വിശ്വസിച്ച് എല്ലാം തുറന്നു പറയേണ്ടിയിരുന്നില്ല. അവൻ അധികാരം പോയ ദേഷ്യമുണ്ടോ ആവോ എന്നോട്? ബഹുമതി നഷ്ടപ്പെടുന്ന ഭൃത്യൻ എത്ര കുലീനനാണെങ്കിലും ശരി, പ്രഭുവിന്റെ നാശത്തിന് വേണ്ടി പ്രയത്നിക്കാതിരിക്കുകയില്ല. അതുകൊണ്ട് ഞാൻ ദമനകന്റെ ഉദ്ദേശം മനസ്സിലാകുന്നത് വരെ മറ്റെവിടെയെങ്കിലും പോയി കാത്തിരിക്കാം. ഒരു പക്ഷേ ആ ജന്തുവിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന് എന്നെ കൊല്ലാനായിരിക്കുമോ അവന്റെ ഭാവം? ഞാൻ അവനെ വിശ്വസിച്ചു പോയല്ലോ. എത്ര ബലവാനായാലും വിശ്വസിച്ചാൽ ചതിക്കാൻ എളുപ്പമാണ്. ഇങ്ങനെ വിചാരിച്ച് അവൻ മറ്റൊരിടത്ത് തനിച്ചു പോയിരുന്ന ദമനകന്റെ ചെയ്തികളെ ശ്രദ്ധിച്ചു. ദമനകനാകട്ടെ സഞ്ജീവകന്റെ അടുത്തു ചെന്നു. ഉടൻ തന്നെ ഇത് വെറുമൊരു കാളയാണെന്ന് മനസ്സിലായി. സൂത്രക്കാരനായ അവൻ ദുഷ്ടബുദ്ധിയോടുകൂടി വിചാരിച്ചു, ഭാഗ്യം തന്നെ, ഇവനുമായി യുദ്ധമോ ഒത്തുതീർപ്പോ വേണ്ടത് എന്ന പ്രശ്നം മുമ്പിലിട്ടുകൊടുത്ത് ഞാൻ പിങ്കളകനെ എന്റെ കീഴിലാക്കും. മൃദുഭാവം കൊണ്ടോ മൈത്രി ബന്ധം കൊണ്ടോ രാജാവ് മന്ത്രിയുടെ ഉപദേശം കേൾക്കുകയില്ല. വല്ല ആപത്തും വന്ന് ഭവിക്കുക തന്നെ വേണം. ആപത്തിൽപ്പെട്ട രാജാവ് മന്ത്രിയുടെ കീഴിൽ നിൽക്കും. അതുകൊണ്ട് രാജാവിന് എപ്പോഴും എന്തെങ്കിലും ആപത്ത് സംഭവിക്കണമെന്നായിരിക്കും മന്ത്രിമാരുടെ ആഗ്രഹം. രോഗമില്ലാത്തവൻ വൈദ്യനെ അന്വേഷിക്കാറില്ലല്ലോ. അതേപോലെ ആപത്തില്ലാത്ത രാജാവ് മന്ത്രിയെ അന്വേഷിക്കുകയും ഇല്ല. ഇങ്ങനെയൊക്കെ വിചാരിച്ച് ദമനകൻ പിങ്കളകന്റെ സമീപത്തേക്ക് പോയി. അവൻ വരുന്നത് കണ്ട് പിങ്കളകൻ മുൻപത്തെ സ്ഥാനത്ത് തന്നെ ചെന്നിരുന്നു. ദമനകൻ പിങ്കളകന്റെ മുന്നിൽ ചെന്ന് വന്ദിച്ചു നിന്നു. അപ്പോൾ നമ്മുടെ സിംഹരാജാവ് ചോദിച്ചു, നീ ആ ജന്തുവിനെ കണ്ടുവോ? ഉവ്, അങ്ങയുടെ പ്രസാദത്താൽ കണ്ടു. സത്യമാണോ നീ പറയുന്നത്? അയ്യോ, ഞാൻ അങ്ങയോട് നുണ പറയുമോ? രാജാവിനോട് നുണ പറയുന്നവൻ നശിച്ചു പോകും. രാജാവ് ഈശ്വരനെ പോലെയാണെന്ന് മനു പറഞ്ഞിട്ടുണ്ട്. ഈശ്വരനെ ചതിക്കാമോ? പിങ്കളകൻ പറഞ്ഞു, ശരി, നീ ആ ജന്തുവിനെ കണ്ടുവെന്നു തന്നെ ഞാൻ വിശ്വസിക്കുന്നു. മഹാന്മാർ താണവരോട് കോപിക്കാറില്ല. കൊടുങ്കാറ്റ് ചെറുപുല്ലുകളെ പറിച്ചു കളയാറുണ്ടോ? വൻമരങ്ങളെ ഒടിച്ചു വീഴ്ത്തുകയും ചെയ്യും. ദമനകൻ ചിരിച്ചു. അങ്ങ് ഇങ്ങനെയേ പറയൂ എന്ന് എനിക്കറിയാം.
വെറുതെ സമയം കളയണ്ടല്ലോ, ഞാൻ ആ ജന്തുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. നീ അതിനെ എങ്ങനെ കൊണ്ടുവരും? പിങ്കളകൻ ഭയത്തോടെ ചോദിച്ചു. അതിനാണോ പ്രയാസം? ആയുധം കൊണ്ടോ ആന കുതിര കാലാൾ പടകളെ കൊണ്ടോ നേടാൻ കഴിയാത്ത കാര്യം ബുദ്ധി കൊണ്ട് നേടാം. ഇത് കേട്ട് പിങ്കളകൻ സന്തുഷ്ടനായി. ഇന്നു മുതൽക്ക് നീയാണ് എന്റെ മുഖ്യമന്ത്രി. നീ നിശ്ചയിക്കും പോലെ എല്ലാ കാര്യങ്ങളും നടക്കട്ടെ. ദമനകൻ സഞ്ജീവകന്റെ അടുത്തു ചെന്ന് അവനെ വിളിച്ചു. ഏയ് കാളെ, നീ എന്തിനാണ് ഇങ്ങനെ വെറുതെ അലറുന്നതെന്ന് എന്റെ പ്രഭുവായ പിങ്കളകൻ ചോദിക്കുന്നു. സുഹൃത്തെ, ആരാണീ പിങ്കളകൻ? സഞ്ജീവകൻ അത്ഭുതത്തോടെ ചോദിച്ചു. എന്ത്? നീ പ്രഭുവായ പിങ്കളകനെ അറിയുകയില്ലെന്നാണോ പറയുന്നത്? ശരി, കുറച്ച് ക്ഷമിക്ക്, കാണിച്ചു തരാം. ആ ആൽച്ചുവട്ടിൽ അനവധി മൃഗങ്ങളാൽ പരിസേവിതനായി ഇരുന്നരുളുന്ന പിങ്കളകൻ എന്ന സിംഹമാണ് എന്റെ പ്രഭു. ഇത് കേട്ട് സഞ്ജീവകൻ കലശലായി പേടിച്ചുപോയി. തന്റെ കഥ കഴിഞ്ഞതു തന്നെ എന്ന് വിചാരിച്ച് ദുഃഖത്തോടു കൂടി പറഞ്ഞു. സുഹൃത്തെ, താങ്കളെ കണ്ടാൽ വളരെ നല്ല ആളാണെന്ന് തോന്നുന്നു. നല്ല വാക്സാമർഥ്യമുള്ളതായും കാണുന്നുണ്ട്. താങ്കൾ എന്നെ സിംഹത്തിന്റെ സമീപത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണെങ്കിൽ പ്രഭുവിനെ പറഞ്ഞ് സന്തോഷിപ്പിച്ച് എനിക്ക് അഭയം വാങ്ങിത്തരണം. ദമനകൻ ഉൾച്ചിരിയോടെ പറഞ്ഞു. കാര്യമൊക്കെ ശരി തന്നെ, പക്ഷെ കേട്ടിട്ടില്ലേ, ഭൂമിക്കും സമുദ്രത്തിനും മലകൾക്കുമുണ്ട് അതിര്. എന്നാൽ രാജാവിന്റെ ഉള്ളിലെ വിചാരത്തിന് എവിടെയാണ് അതിരെന്നറിഞ്ഞുകൂടാ. അതിനാൽ നീ ഇവിടെ നിൽക്കൂ, ഞാൻ പോയി പ്രഭുവിനെ കണ്ട് സമയം പോലെ നിന്നെ കൊണ്ടുപോകാം. എന്നിട്ട് ദമനകൻ പിങ്കളകന്റെ അടുത്തു ചെന്ന് ഇങ്ങനെ പറഞ്ഞു. പ്രഭു, അദ്ദേഹം വെറുമൊരു പ്രാകൃത സത്വമല്ല, സാക്ഷാൽ പരമശിവന്റെ വാഹനമായ കാളയാണെന്ന് പറയുന്നു. ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം എന്തു പറഞ്ഞുവെന്നോ? ഭഗവാൻ അദ്ദേഹത്തിന് യഥേഷ്ടം വിഹരിപ്പാൻ ഈ കാട് വിട്ടുകൊടുത്തിരിക്കുന്നു അത്രേ. പിങ്കളകൻ ഭയത്തോടുകൂടി പറഞ്ഞു. ഇപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. ഈശ്വരാനുഗ്രഹമില്ലാതെ വെറും പുല്ല് തിന്നുന്ന ഒരു മൃഗം ഈ കാട്ടിൽ നിർഭയം അലറിക്കൊണ്ട് ചുറ്റിത്തിരിയുകയില്ല. ആകട്ടെ, നീ എന്താണ് അദ്ദേഹത്തോട് പറഞ്ഞത്? ദമനകൻ പറഞ്ഞു. പ്രഭോ, ഞാൻ പറഞ്ഞു, ഈ കാട് ചണ്ഡികാദേവിയുടെ വാഹനമായ പിങ്കളകൻ എന്ന സിംഹത്തിന്റെ സ്വന്തമാണ്. അങ്ങ് അദ്ദേഹത്തിന്റെ മാന്യ അതിഥിയാണ്. അതുകൊണ്ട് അങ്ങ് അദ്ദേഹത്തിന്റെ സമീപത്ത് വന്ന് സഹോദര സ്നേഹത്തോടുകൂടി ഒരുമിച്ച് വസിക്കണമെന്ന് അദ്ദേഹം സന്തോഷപൂർവ്വം സമ്മതിച്ചിട്ടുണ്ട്. പിങ്കളകൻ പറഞ്ഞു. നീ പറഞ്ഞത് വളരെ ഉചിതമായി. പോയി അദ്ദേഹത്തെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരൂ. നല്ല തൂണുകളാണല്ലോ ഗ്രഹത്തെ താങ്ങുന്നത്. അതുപോലെ നിന്നെപ്പോലെയുള്ള നല്ല മന്ത്രിമാർ രാജ്യത്തെയും താങ്ങുന്നു. ദമനകൻ സസന്തോഷം സഞ്ജീവകന്റെ അടുത്തേക്ക് പുറപ്പെട്ടു. വഴിക്ക് അവൻ ആലോചിച്ചു. രാജാവിന് സന്തോഷമായിരിക്കും. ഇനി ഞാൻ പറഞ്ഞതുപോലെയൊക്കെ അദ്ദേഹം ചെയ്യും. 4 വസ്തുക്കളെയാണ് ലോകത്തിൽ അമൃത് എന്ന് പറയേണ്ടത്. തണുപ്പുകാലത്ത് തീ, ഇഷ്ടപ്പെട്ടവരുടെ ദർശനം, രാജാവ് നൽകുന്ന ബഹുമതി, പാൽപ്പായസം. പിന്നീട് അവൻ സഞ്ജീവകന്റെ സമീപം ചെന്ന് സവിനയം പറഞ്ഞു. ചങ്ങാതി, ഞാൻ താങ്കൾക്ക് അഭയം തരുന്ന കാര്യത്തെപ്പറ്റി പ്രഭുവിനോട് സംസാരിച്ചു. അദ്ദേഹം സമ്മതിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇനി ഭയം വേണ്ട. താങ്കൾക്ക് രാജപ്രസാദം ലഭിച്ചിട്ടുണ്ടെങ്കിലും നാം തമ്മിലൊരു ഉടമ്പടി ചെയ്യേണ്ടതുണ്ട്. താങ്കൾ പ്രഭുവാണെന്ന് ഭാവിച്ച് ഊറ്റം കൊള്ളരുത്. ഭരണകാര്യങ്ങൾ മുഴുവൻ ഞാൻ തന്നെ നോക്കിക്കൊള്ളാം. താങ്കൾ ഒന്നിലും ഇടപെടരുത്. അങ്ങനെയൊക്കെ 2 പേർക്കും കൂടി രാജ്യശ്രീ അനുഭവിക്കാം. കേട്ടിട്ടില്ലേ, രാജാവിന്റെ ബഹുമതി നേടിയിട്ടുള്ളവനാണെങ്കിലും ശരി, ഗർവനിമിത്തം ഉത്തമരെയും മധ്യമരെയും അധമരെയും ഒരുപോലെ പൂജിക്കാത്തവൻ ദന്തിലനെ പോലെ സ്ഥാനഭ്രഷ്ടനായിത്തീരും. ആരാണ് ദന്തിലൻ? ഏതാണ് ആ കഥ? സഞ്ജീവകൻ സകൗതുകം അന്വേഷിച്ചു. അപ്പോൾ ദമനകൻ ഒരു കഥ. ദമനകൻ പറഞ്ഞ ആ കഥ എന്താണെന്ന് അറിയണ്ടേ? അങ്ങനെ ദന്തിലന്റെ കഥ കേൾക്കാൻ അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കും. താങ്ക് യു.